എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു അനിമയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു നാടൻ എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. ചെറിയൊരു പീസ് മത്തൻ, പയർ, അതുപോലെ വാഴയ്ക്ക ഒക്കെ ചേർത്തുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം റെസിപ്പിയാണ്. കുരുമുളകിൻ്റെ ആ ഒരു എരിവും മധുരമൊക്കെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ചോറിനും കഞ്ഞിക്കും ഈ പറയുന്ന ചപ്പാത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാർ ചെയ്തെടുക്കണത് നമുക്ക് നോക്കാം. അതിന് മുമ്പായി ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വൈകിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. ഇതുപോലെ ചെറിയൊരു പീസ് മത്തൻ, ഇതുപോലെ 3 ചെറിയ കായ, അതുപോലെ ഒരു കൈപ്പിടി അളവിലെ പയറും എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. മത്തൻ കുറച്ച് വലുപ്പത്തിൽ മുറിക്കുക, ബാക്കിയൊക്കെ ഇതാ പയർ നീളത്തിൽ, ബാക്കി കുറച്ച് കനം കുറച്ചിട്ട് വാഴയ്ക്ക് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ എരിവിനനുസരിച്ച് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വെല്ലമാണ്. അത് ഞാൻ വലിയ പീസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്ര വേണ്ട, ഇതിൻ്റെ ഒരു പകുതി മതി കേട്ടോ നമുക്ക്. ഇനി ഇത് വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഓരോ ടീസ്പൂൺ വീതം ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം, ഒരു കൈപ്പിടി നാളികേരം, 4-5 കൊച്ചുള്ളിയും ചെറിയൊരു പീസ് വെളുത്തുള്ളി, കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ അരപ്പ് തയ്യാറാക്കിയെടുക്കുക. ഇതുണ്ടോ, നമ്മുടെ വെല്ലമൊക്കെ നല്ല രീതിയിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, കഷ്ണങ്ങൾക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിനകത്തോട്ട് സ്വല്പം കൂടെ വെള്ളം ചേർത്തിട്ട് അത് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ തേങ്ങയുടെ ചേർത്തിട്ടുള്ള ആ ഒരു അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വെറ്റി തേങ്ങയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് റെഡിയായിട്ട് വരും. ഒരു 10 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കുക. ഇതാണ്ടോ, ഇതിനാവശ്യമായ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ തിളക്കട്ടെ. ഇനി നമുക്ക് കടുവറുത്ത് പാര മാത്രമേ ഉള്ളൂ. ഈ സമയം എരിവും ഉപ്പും ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുവറുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. ഇനി ചീഞ്ചട്ടിയിൽ കടുക്, തേങ്ങ, പിന്നെ ഇതെല്ലാം ചേർത്ത് നമ്മൾ കടുവറുക്കാൻ പോവുകയാണ്. അപ്പോൾ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി ചേഞ്ചായിട്ട് വന്നു എന്ന് കാണുമ്പോൾ ഒരു കൈപ്പിടി അളവിൽ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും നാളികേരമൊക്കെ ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറിൽ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു താളിപ്പാണ് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളറിൽ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇളക്കുമ്പോഴത്തേനും എന്താ നോക്കിക്കേ, നമ്മുടെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കറി തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിക്ക് മുകളിലായിട്ട് ഇതങ്ങോട്ട് പാരുക. ആ എണ്ണയോട് കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ആ ഒരു കടുവർക്കൊക്കെ അവസാനം താളിപ്പൊക്കെ ചേർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.